മാലാഹി എന്ന വിളി കേൾക്കാൻ നല്ല സുഖമാന്നേ, പക്ഷെ ജീവിതം അത്ര സുഖമല്ലെന്നേ ഈ മാലാഹിക്ക്. നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചവർ ഇന്ന് കാസർഗോഡ് മുതൽ അങ്ങ് ഭരണശിലാ കേന്ദ്രമായ തിരുവനന്തപുരം വരെയുള്ള സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നിൽ സമരം ചെയ്യുന്നത് 10 പേരെ കാണിക്കാൻ വേണ്ടിയല്ലെന്നേ, ഗതികേടുകൊണ്ട. പിറന്നു വീഴുന്നത് മുതൽ മരണം വരെ ഈ മാലാഹമാരുടെ കരങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്റെ നേഴ്സിംഗ് ഇതര ജീവനക്കാരെ, നിങ്ങളും ഈ സമരത്തിന്റെ കൂടെ നിൽക്കേണ്ടവരല്ലേ? 400 രൂപ പോലും ദിവസവേതനമില്ലാതെ തൊഴിൽ ചെയ്യുന്നവരല്ലേ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും. എന്നിട്ടും എന്തേ ഈ കോർപ്പറേറ്റുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കറിയാം, ഭയം ഒന്നുകൊണ്ട് മാത്രം. പേടിച്ച് പേടിച്ച് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകും? ഇറങ്ങി വരേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളും ഈ നേഴ്സിംഗ് സമൂഹവും ഒന്നിച്ചു നിന്നാൽ ഒരു കോർപ്പറേറ്റ് മുതലാളിയും നേരെ തല ഉയർത്തി നിൽക്കില്ലെന്നേ നിങ്ങൾ ഡോക്ടർമാരോടാണ്. രോഗവും നിർണയിച്ച് മരുന്നും എഴുതി പോകുന്ന നിങ്ങൾ ഒന്ന് കുളിപ്പിക്കാനോ, ഒരു ഡൈപ്പർ മാറ്റാനോ, ഒരു ഉടുപ്പ് മാറ്റാനോ, ഒരു ഭക്ഷണം കൊടുക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റുമോ? കഴിയില്ലെന്നേ. റൂമിലും വാർഡിലും ICUവിലും രാപ്പകൽ കഷ്ടപ്പെടുന്ന ഈ നേഴ്സുമാർക്ക് വേണ്ടി എന്തേ ഒരു വാക്ക് നിങ്ങൾ മിണ്ടാത്തത്? ഈ നേഴ്സുമാരോട് അവർക്കൊപ്പമെന്ന് പറയാൻ നിങ്ങൾക്കെന്തേ ഇത്ര മടി? ചാരിറ്റി എന്ന തന്ത്രം പറഞ്ഞ് ഇനി ഒരു കോർപ്പറേറ്റ് മുതലാളിയും ഞങ്ങളുടെ ഇടയിലേക്ക് വരണ്ടെന്നേ. ഞങ്ങൾ ജനം കഴുതകളല്ലെന്നേ. ഞങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി നിങ്ങളുടെ കള്ളത്തരങ്ങൾ. മാന്യമായ വേതനം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിർത്തിപ്പോയിക്കോ. ജനങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല.